9 കളിയിൽ നിന്നും 10 പോയിന്റുമായി 4ാം സ്ഥാനത്താണ് കിവികളുള്ളത്. ഒപ്പം കിടിലൻ നെറ്റ് റൺ റേറ്റും അവർക്കുണ്ട്. 5ഉം 6ഉം സ്ഥാനങ്ങളിലുള്ള പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഒരു മത്സരം ബാക്കി നിൽക്കെ 8 പോയിന്റ് വീതമുണ്ടെങ്കിലും നെറ്റ് റൺ റേറ്റിൽ കിവികളേക്കാൾ പിന്നിലാണ്. പാകിസ്ഥാന്റെ അടുത്ത മത്സരം ഇംഗ്ലണ്ടിനെതിരെയും അഫ്ഗാന്റേത് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുമാണ്. നെഗറ്റീവ് റൺ റേറ്റുള്ള അഫ്ഗാൻ പുറത്തായി കഴിഞ്ഞു. പാകിസ്ഥാനാവട്ടെ വൻ മാർജിനിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചാൽ മാത്രമേ ന്യൂസിലൻഡിന്റെ നെറ്റ് റൺ റേറ്റിനെ മറികടന്ന് സെമിയിലെത്തുവാൻ സാധിക്കുകയുള്ളൂ. പാകിസ്ഥാൻ സെമിയിൽ ഉണ്ടാവില്ലെന്ന 99% ഉറപ്പായിരിക്കുകയാണ്. പോയിന്റ് പട്ടികയിൽ തലപ്പത്തുള്ള ഇന്ത്യയും 4ാമതുള്ള ന്യൂസിലൻഡും തമ്മിലായിരിക്കും 15-ന് മുംബൈയിലെ വാങ്ഖഡയിൽ നടക്കാനിരിക്കുന്ന ആദ്യ സെമിഫൈനലിൽ കൊമ്പുകോർക്കുക. ഇന്ത്യ ഭയപ്പെട്ടത് തന്നെ ഇത്തവണയും സെമിഫൈനലിൽ സംഭവിച്ചിരിക്കുകയാണ്. ICC ടൂർണമെന്റുകളിൽ തങ്ങളുടെ പേടി സ്വപ്നമായ ന്യൂസിലൻഡിനെ നേരിടുവാൻ ഇന്ത്യ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. അവർക്കെതിരായ മോശം റെക്കോർഡ് തന്നെയാണ് ഇതിന് കാരണം. പ്രത്യേകിച്ചും ICC ടൂർണമെന്റുകളുടെ സെമിഫൈനൽ, ഫൈനൽ എന്നിവയിൽ കിവികൾക്കെതിരായ റെക്കോർഡ് ഇന്ത്യയുടെ ഉറക്കം കെടുത്തു. ചരിത്രം ആവർത്തിച്ചാൽ തുടർച്ചയായി 3ാമത്തെ ലോകകപ്പിലും ഇന്ത്യക്ക് സെമിഫൈനലിൽ കരയേണ്ടി വരും. ICC ടൂർണമെന്റുകളിൽ 3 തവണയാണ് സെമിഫൈനൽ, ഫൈനൽ എന്നിവയിലായി ഇന്ത്യയും ന്യൂസിലൻഡും കൊമ്പുകോർത്തിട്ടുള്ളത്. ഈ 3ലും ഇന്ത്യ പരാജയപ്പെടുകയും ചെയ്തുവെന്നതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം. മറ്റൊരു ടീമിനെതിരെയും സെമി, ഫൈനൽ എന്നിവയിൽ ന്യൂസിലൻഡിന് ഇത്ര ഗംഭീര റെക്കോർഡില്ല. ബാക്കിയുള്ള ടീമുകൾക്കെതിരെ 18 തവണ ഏറ്റുമുട്ടിയപ്പോൾ വെറും 4 എണ്ണത്തിലാണ് കിവികൾ ജയിച്ചിട്ടുള്ളത്. 2019 ഇംഗ്ലണ്ടിൽ നടന്നു കഴിഞ്ഞ ലോകകപ്പിന്റെയും ആദ്യ സെമിഫൈനലിൽ ഇന്ത്യയും ന്യൂസിലൻഡും തന്നെയായിരുന്നു കൊമ്പുകോർത്തത്. മഴയെ തുടർന്ന് 2 ദിവസങ്ങളിലായി മാഞ്ചസ്റ്ററിലെ ഓൾഡ് ട്രാഫോർഡിൽ നടന്ന സെമിയിൽ ബൌളിംഗ് മികവിൽ കിവികൾ ഇന്ത്യയെ 18 റൺസിന് തോൽപ്പിക്കുകയായിരുന്നു. ടൂർണമെന്റിലുടനീളം ഉജ്ജ്വലമായി കളിച്ച വിരാട് കോഹ്ലിയും സംഘവും സെമിയിൽ തീർത്തും നിരാശപ്പെടുത്തി. ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലൻഡിനെ 8 വിക്കറ്റിന് 239 റൺസിൽ ഒതുക്കിയപ്പോൾ ഇന്ത്യ അത് അനായാസം ചേസ് ചെയ്യുമെന്നായിരുന്നു പ്രതീക്ഷിക്കപ്പെട്ടത്. പക്ഷേ കിവികളുടെ ന്യൂ ബോൾ ആക്രമണത്തിൽ ഇന്ത്യ തകർന്നടിഞ്ഞു. KL രാഹുൽ, രോഹിത് ശർമ്മ, കോഹ്ലി തുടങ്ങി ടോപ്പ് 3-ലെ 3 പേരും ഓരോ റൺസ് വീതമെടുത്ത് പുറത്തായതോടെ ഇന്ത്യ 3 വിക്കറ്റിന് 5 റൺസിലേക്ക് കൂപ്പുകുത്തി. പിന്നീട് രവീന്ദ്ര ജഡേജയും MS ധോണിയും മികച്ചൊരു കൂട്ടുകെട്ടിലൂടെ ഇന്ത്യക്ക് വിജയപ്രതീക്ഷ നൽകിയെങ്കിലും 8 റൺസിന്റെ വ്യത്യാസത്തിൽ ഇരുവരും പുറത്തായതോടെ ഇന്ത്യ 3 ബോൾ ബാക്കി നിൽക്കെ 221 റൺസിൽ ഓൾ ഔട്ട് ആവുകയും ചെയ്തു. 18 റൺസിന്റെ വിജയവുമായി ന്യൂസിലൻഡ് ഫൈനലിലേക്ക് ടിക്കറ്റുമെടുത്തു. അന്നത്തെ പരാജയത്തിന് വാങ്ഖഡയിൽ തന്നെ സ്വന്തം കാണികൾക്ക് മുന്നിൽ പകരം വീട്ടുവാനുള്ള സുവർണ അവസരമാണ് ഇന്ത്യക്ക് ഇത്തവണ ലഭിച്ചിരിക്കുന്നത്. ന്യൂസിലൻഡിനെ ഇന്ത്യക്ക് സെമിയിൽ മറികടക്കാനാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചുവടെ കമന്റായി രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്കുടനെ കാണാം.